ജന്തർ മന്ദറിലെ CJP പ്രക്ഷോഭത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്ന സാഹചര്യം ഒഴിവാക്കാൻ നടപടികളുമായി ഡൽഹി പോലീസ് 16 മെട്രോ സ്റ്റേഷൻ അടച്ചു. വാഹനം പാർക്ക് ചെയ്യുന്നതിന് നിയന്ത്രണം. ജന്തർ മന്ദറിന് സമീപം പാർക്ക് ചെയ്ത 300-ലേറെ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡൽഹിയിലേക്ക് അധിക പോലീസ് വിന്യാസം ഏർപ്പെടുത്തി. ശരത് ലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, വലിയ പ്രക്ഷോഭം, ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് എത്തുന്നു. എന്നാൽ ഇതിനെ നേരിടുക എന്നുള്ളത് ഡൽഹി പോലീസിനെ സംബന്ധിച്ച് ഏറെ ശ്രമകരവുമാണ്. അതിനിടയിലാണ് ഇത്തരം നടപടികൾ കൂടി ഉണ്ടാകുന്നത് ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും. എങ്ങനെങ്കിലും പ്രതിഷേധത്തിനെ അടിച്ചമർത്തുക, അതിന്റെ വീര്യം ഇല്ലാതാക്കുക എന്നുള്ളതാണോ ഡൽഹി പോലീസിന്റെ ശ്രമം? അതെ, ഡൽഹി പോലീസിന്റെ പ്രധാനപ്പെട്ട ശ്രമം എന്നുള്ളത് ഇപ്പോൾ വളരെ ശക്തമായി ഡൽഹി പോലീസ് വളരെ ശക്തമായ രീതിയിൽ വിന്യാസം നടത്തി, സുരക്ഷാ വിന്യാസം നടത്തിയിരിക്കുന്നു എന്ന് പറയാൻ പറയും. കാരണം ബാരിക്കേഡുകൾ, 2 ലെയർ ബാരിക്കേഡുകളൊക്കെ തന്നെ ഇപ്പോൾ ജന്തർ മന്ദറിൽ നിന്ന് പിന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. ശക്തമായ CRPFന്റെ ശക്തമായ നിര തന്നെയുണ്ട്. പോലീസ് വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ജന്തർ മന്ദറിലുള്ളത്. നമുക്ക് കാണാൻ കഴിയും, ഈ പ്രദേശത്ത് നേരത്തെ നിരവധി CJP പ്രവർത്തകരുടെ ബൈക്കുകളും വാഹനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ പോലീസ് മാറ്റിയിട്ടുണ്ട്, കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ പോലീസ് നമ്മളെയും മാറ്റുകയാണ്. കാരണം കാര്യങ്ങൾ മറ്റൊരു തരത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലേക്കാണ്. മാധ്യമങ്ങളിലൂടെയും പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് കടുത്ത നടപടിയിലേക്ക് പോകുമോ എന്നൊരു രീതിയാണ്. അപ്പോൾ തന്നെ ടിയർ ഗ്യാസ് സെല്ലിൻ്റെ വാഹനം എത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ തന്നെ 3 എണ്ണമുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാക്കിയ പോലീസ് വാഹനങ്ങളുമുണ്ട്. ഏത് സമയത്തും മുകളിൽ നിന്നൊരു ഉത്തരവ് വരികയാണെങ്കിൽ ഒരു രീതിയിലേക്ക് ഒരു ആക്ഷൻ വീണ്ടും ഈ ജന്തർ മന്ദറിൽ സമരപന്തൽ ഉണ്ടാകും. കാരണം ബാരിക്കേഡുകൾ കെട്ടാനും അല്ലെങ്കിൽ റോപ്പുകളും ഒക്കെ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ടിയർ ഗ്യാസ് ഇവിടെ ടിയർ ഗ്യാസ് പൂർണ്ണ രൂപത്തിൽ ടിയർ ഗ്യാസ് എപ്പോഴും പ്രയോഗിക്കാനുള്ള രീതിയിൽ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ടിയർ ഗ്യാസും ഹെൽമറ്റും എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് നമുക്ക് പറയാൻ പറ്റും. സംഘർഷാവസ്ഥ തന്നെയാണ് ഇപ്പോൾ ജന്തർ മന്ദറിൽ. ആ തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിലേക്ക് നമുക്ക് പറയേണ്ടി വരും. എന്ത് സംഭവിക്കാം, എന്തിന് തയ്യാറായി ഡൽഹി പോലീസ് നിൽക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്ന് പാർലമെന്റ് ബഹളത്തിൽ വീണ്ടും പിരിയുകയാണെങ്കിൽ ഇവിടെ ഒരു പോലീസ് ആക്ഷൻ തന്നെ പ്രതീക്ഷിക്കാം. ആ തരത്തിലേക്കുള്ള ഒരു സേനാ വിന്യാസമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി. അതായത് അതേ സമയത്ത് നമ്മൾ കാരണം പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ഫ്ലാറ്റുകളിലേക്കും അല്ലെങ്കിൽ വസതികളിലേക്കും കേരള ഹൗസിലേക്കും പോകുന്ന ഐഡന്റിറ്റി കാർഡ് കാണിച്ചാൽ മാത്രമേ അത്തരമൊരു പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. ഇനി ഇപ്പോൾ മെട്രോ സ്റ്റേഷൻ പൂർണ്ണ രൂപത്തിൽ തന്നെ ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷനാണ് ഡൽഹിയിലെ അടച്ചിരിക്കുന്നത്. ആ 16 മെട്രോ സ്റ്റേഷൻ അതായത് ബാരക്കമ്പ, സുപ്രീം കോടതി, ITO, അതേപോലെ തന്നെ അതേപോലെ തന്നെ പട്ടേൽ ചൗക്ക്, രാജീവ് ചൗക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് തുടങ്ങി എല്ലാ പെട്രോൾ സ്റ്റേഷനും അടച്ചിട്ടുണ്ട്. ഏതായാലും വളരെ കൂടുതൽ സുരക്ഷ കൂട്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ജന്തർ മന്ദറിൽ സമരവേദിയെ പോലീസ് ഒരു ആക്ഷനിന് വേണ്ടി അല്ലെങ്കിൽ ആ തരത്തിലുള്ള മുന്നൊരുക്കം നടക്കുന്നു. കാരണം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒരു തരത്തിൽ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല എന്ന രീതിയിൽ പോലീസ് പറയുന്നു. എന്നാൽ മാധ്യമങ്ങളെ പോലും നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ പോലീസ് നീങ്ങുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത്.